വെൽക്കം ടു സെർവിറ്റ് ലൈക്ക് ഷാനി. എങ്ങനെ പോകുന്നു എല്ലാവരുടെയും നോമ്പൊക്കെ? ഉഷാറായി പോകുന്നില്ലേ? നോമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയോടുകൂടെ നല്ല ചൂടുള്ള രുചിയിൽ ഒരു ചിക്കൻ റോള് കിട്ടിയാൽ ആരാണ് കഴിക്കാണ്ടിരിക്കുക? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ് ചിക്കൻ റോള്. നമ്മൾ ചെറുപ്പം മുതലേ കേൾവിയുള്ളൊരു പലഹാരമാണ് ചിക്കൻ റോള്. പക്ഷേ പലർക്കും ഇപ്പോഴും പെർഫെക്റ്റായിട്ട് ഈ ഒരു ചിക്കൻ റോള് ഉണ്ടാക്കാൻ അറിയില്ല. ഇതൊരു എന്താ പറയുക, നമ്മൾ സ്റ്റഫിംഗ് ഒക്കെ കൊടുക്കുന്നത് കുറച്ച് വെറൈറ്റി സ്റ്റഫിംഗ് ആണ്. കുറേ മസാലകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്റ്റഫിങ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 3 മുട്ട, അതുപോലെ ആവശ്യത്തിന് വെള്ളം. ഈ 1 കപ്പ് എന്ന് പറഞ്ഞത് 250 ml ഒരു കപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇഷ്ടാനുസരണം വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസുള്ള ഉള്ളി, അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും ഒരു ഫുള്ളായിട്ട് ഒരു കോണും, ഫ്രഷ് കോൺ. അപ്പോൾ ഫ്രഷ് കോണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നോർമലായി കിട്ടുന്ന കോണ് ഒന്ന് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്ത് ഓക്കെ ആവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറീസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികളെ ഇതിൽ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ്. പിന്നെ നമുക്ക് നേരെ പ്രൊസീജിയറിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ആ 1 കപ്പ് പറഞ്ഞിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കുക. അതോടുകൂടെ തന്നെ 1 മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാം, ഉപ്പിടുക. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം, നന്നായിട്ട് ലൂസായി പോകാൻ പാടില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് ലൂസും അല്ല തിക്കും അല്ലാത്ത ഒരു ബാറ്റർ കിട്ടി. ഇനി ആ ഒരു ബാറ്റർ അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉള്ളി ചേർത്തെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള 2 എണ്ണമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയാൽ പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ക്യാരറ്റും ഉണ്ട് കോണും ഉണ്ട്. അപ്പോൾ ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലായ കാരണം ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കോൺ ചേർത്ത് കൊടുക്കുന്നത്. കോണിന് പൊതുവെ വേവ് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു പച്ചക്കറിയാണ് കോണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ലാസ്റ്റായിട്ട് നമ്മൾ കോണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, ചെറുതാക്കി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ചിക്കനും ആ വെജിറ്റബിൾസൊക്കെ എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ പൊടികളായിട്ടുള്ള കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു ദോശച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലോ അല്ലെങ്കിൽ ഗീയോ തടവി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ ആ മാവ്, മൈദയുടെ ആ ഒരു മിശ്രിതം ഓരോ തവി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്താൽ നമ്മുടെ ദോശ റെഡിയാണ്. എന്നിട്ട് ഈ ഓരോ ദോശൻ്റെ ഉള്ളിലും നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ദോശകൾ നമുക്ക് ആദ്യം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ദോശകൾ എത്ര എണ്ണമാണോ വരുന്നത് അത്രയും ദോശകൾ ചുട്ടെടുക്കാം. അതിന് ശേഷം നമ്മൾ 2 മുട്ട നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട 2 എണ്ണം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വേണ്ടവർക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആ ഒരു ദോശയുടെ മാവിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ നമ്മൾ ഈ ഒരു സ്റ്റഫ് ആഡ് ചെയ്ത് കൊടുക്കുക, മസാല. അതിന് ശേഷം ദോശയുടെ 2 സൈഡും ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. വീണ്ടും മറ്റേ സൈഡ്
ഒന്ന് മടക്കി ജസ്റ്റ് റോൾ ചെയ്തെടുത്ത് നമ്മൾ ഈ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടെ മുക്കിയിട്ട് ഡീപ് ഫ്രൈ ആയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അല്ലാണ്ട് ഷാളോ ഫ്രൈ അല്ല. എപ്പോഴും ചിക്കൻ റോൾ അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ നല്ല ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഓയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഈ ഒരു ഐറ്റംസൊക്കെ ഡീപ് ഫ്രൈ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. അങ്ങനെ ഓരോ ദോശയുടെ ഉള്ളിലും ഇതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് റോൾ ചെയ്ത് മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ബോക്സിൽ, അടപ്പോട് കൂടിയുള്ള ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട്, ഇത് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്, ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി, വളരെ ഈസി ആയിട്ട്. അങ്ങനെ ഓരോ ചിക്കൻ റോളും നമ്മൾ ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരാം. ഡീപ്പ് ഫ്രൈ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ എടുത്തിട്ടുള്ള അളവിൽ നമുക്കൊരു 13-14 എണ്ണം ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് മൈദയുടെ അളവാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിലൊരു 13-14 ചിക്കൻ റോൾ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇതേ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അധികം ഓയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വറുത്ത് കോരിയിടാം. അങ്ങനെ ഞാൻ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പെട്ടെന്ന് ആയിട്ട് വരും. സെക്കൻഡ് ബാച്ച് ആകുമ്പോൾ പിന്നെ പറയും വേണ്ട, ഓൾറെഡി നല്ല ചൂടുള്ള എണ്ണയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള രുചിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിള്ളേരുടെ ഇഷ്ടം പോലെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ചില പിള്ളേർക്കൊക്കെ മഷ്റൂം ഇഷ്ടമാവും, ചില പിള്ളേർക്ക് ഗ്രീൻ പീസ് ഇഷ്ടമാവും. അങ്ങനെ പല ടൈപ്പാണല്ലോ പിള്ളേർക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്റ്റഫിങ്ങിൽ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഈ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇനി മറ്റൊരു പുതിയ റെസിപ്പിയുമായി എത്തുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.